എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈ ഒരു വീഡിയോ ഇന്നലെ ഉണ്ടായ സുപ്രീം കോടതിയിലെ ഒരു സുപ്രധാന വിധിയെക്കുറിച്ചാണ്. അതായത് ഇനി മുതൽ വിവാഹം കഴിച്ച സ്ത്രീകൾ മറ്റു പുരുഷന്മാരുമായി അവരുടെ സ്വയം ഇഷ്ടത്തോടെ ശാരീരിക ബന്ധം പുലർത്തുകയും അവസാനം അവർ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് എഗൻസ്റ്റായിട്ട് കോടതിയിൽ പോവുക, വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു, അതിന് അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള പരാതികൾ ഇനി സുപ്രീം കോടതി വളരെ ശ്രദ്ധയോടായിരിക്കും അതിനെക്കുറിച്ച് വേണ്ട വിധി എഴുതുക. കാരണം ഒരു നിയമവും ഒരിക്കലും അംഗീകരിക്കുന്നതല്ല ഒരു പുരുഷൻ്റെ ഭാര്യ ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധം നടത്തുകയും ആ പുരുഷനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിനും ഒട്ടും യോജിച്ചതല്ല. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് കേരളീയരായ നമ്മളാണ്. പത്രങ്ങളിൽ കൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിൽ കൂടിയും നാം അറിയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ അതിന് ശകലം ഒരു ശമനം ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ആദ്യം പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേവലം ഒരു മെയിലിലൂടെ ഒരു വ്യക്തിയെ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി, മജിസ്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ ഹാജരാക്കി ജയിലിലടച്ചു. അതിനുള്ള ബഹളങ്ങളും അതെല്ലാം നമ്മൾ കണ്ടതാണ്. നിസ്സാരം ഒരു ഇമെയിൽ സംഭവിച്ചാണ്. കാര്യം ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ഒരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരാണ്. അവരാണ് ഈ പരിപാടികളെല്ലാം ഒപ്പിക്കുന്നത്. ഏത് വേഷം കെട്ടാനും തയ്യാറായ സ്ത്രീകളാണ്. എല്ലാ സ്ത്രീകളെയും പറയില്ല. വെരി നൊട്ടോറിയസ് ആയിട്ടുള്ള ഈ സ്ത്രീകളാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. അതിനവർ പാരിതോഷികമായി കിട്ടുന്നത് ലക്ഷങ്ങളും കോടികളുമാണ്. പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാം. അതിന് വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇനി അതിനൊരു ഒരു തിരശ്ശീല വീണിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു സ്ത്രീക്കും ഒരു കേസുമായി കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. പോലീസിനെ സമീപിക്കാം. പോലീസ് ഏതെടുത്താൽ എന്ത് കേസാണ് അത് കോടതിയാണ് അതിന് തീരുമാനം എടുക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ പെടുന്നത് രാഷ്ട്രീയക്കാരാണ്. ഒരു രാഷ്ട്രീയക്കാരനെ ഒതുക്കാൻ വേണ്ടി പല അടവുകളും പലരും കാണിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത് സ്ത്രീയെ കൊണ്ട് പല കഥകളും മെനഞ്ഞാൽ അതിന് സ്ത്രീ പീഡനം എന്നുള്ള പേരും പിന്നെ അവർക്കുള്ള മുൻഗണനയും വഹിച്ച് ഇമ്മീഡിയറ്റ് ആക്ഷൻ നടക്കും. അപ്പോൾ അതിൽ ഓരോ വ്യക്തികളുടെയും ഭാവിയെ, അവരുടെ രാഷ്ട്രീയ ഭാവിയല്ല മറ്റെന്ത് ഭാവിയും തകർന്ന് തരിപ്പണമാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതിനാണിപ്പോൾ കോടതി ഒരു വിരാമം വിട്ടിരിക്കുന്നത്. നല്ലൊരു ഓർഡറാണ്, നല്ലൊരു വിധിയാണ്. ഇനിയെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള മോശപ്പെട്ട വാർത്തകൾ വായിക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതിൽ കോടതിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെയുള്ളൊരു നിയമം വന്നിരുന്നെങ്കിൽ പല ആൾക്കാരും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമായിരുന്നു. ഇനിയെങ്കിലും ഈ കൊട്ടേഷനുമായിട്ട് നടക്കുന്ന സ്ത്രീകൾ, നിങ്ങളിതൊക്കെ നിർത്തുക. ഒരു സ്ത്രീത്വത്തെ അഭിമാനിക്കാതെ നിങ്ങൾ മാന്യമായി ജീവിക്കാനുള്ള വഴി കണ്ടെത്തുക. കുറച്ച് വെളുത്ത തൊലിയും കുറേ പുട്ടിയടിച്ച മുഖവും കുറച്ച് ആഷ്പുഷും ഉണ്ടെങ്കിൽ
ഏത് ആളെയും വശീകരിച്ച് അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഈ സ്ത്രീയുടെ വ്യഗ്രത ഒന്ന് നിർത്തിവെച്ചാലും, ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇനിയെങ്കിലും നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ മറ്റാർക്ക് വേണ്ടി എന്ത് വേല ചെയ്താലും അത് അവസാനം നിങ്ങൾക്ക് തിരിഞ്ഞു കൊത്തും. അതുകൊണ്ട് സൂക്ഷിക്കുക സ്ത്രീകൾ. ഇനി ഇതിനോടൊപ്പം പുരുഷന്മാരോടും പറയണം, നിങ്ങളും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളും തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. നിങ്ങൾ സ്ത്രീ ആയിരുന്നാലും പുരുഷനാകും കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ ആ ഓടികൾ, ആ ഒരു പേരിന് കളങ്കം വരുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ജനം നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്തായാലും ഈ കോടതി വിധിയെ നാം എല്ലാം അംഗീകരിക്കുന്നു, നാം എല്ലാം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇങ്ങനെയുള്ള സ്ത്രീകളുടെ അഴിഞ്ഞാട്ടത്തിന് ഒരു അവസാനം കണ്ടെത്തി എന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ഒരു വിവരത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. കാണാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.